സ്വന്തം പാർട്ടിയെ വിശ്വാസമില്ലാത്ത രീതിയിലാണ് രാഹുലും സോണിയയും വോട്ട് മാറ്റി ചെയ്തത്. സ്വന്തം പാർട്ടിയുടെ ഭരണത്തിൽ പ്രതീക്ഷയില്ല എന്നാണ് ഇരുവരുടെയും അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ ഗാന്ധി കുടുംബം. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ആം ആദ്മി സ്ഥാനാർത്ഥിയായ സോമനാഥ് ഭാരതിക്കാണ്. ഭരണകക്ഷിയായ BJPയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ഭിന്നതകൾ മറന്ന് കോൺഗ്രസും AAPയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ കീഴിൽ അണിനിരന്നാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സീറ്റ് വിഭജനവും. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4-ൽ AAPയും മുന്നിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഇതിൽ സോണിയയ്ക്കും രാഹുലിനും വോട്ടുള്ള ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലം AAPയുടേതാണ്. AAPയുടെ സോമനാഥ ഭാരതി BJPയുടെ ബാൻസുരി സ്വരാജിനോടാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഗാന്ധി കുടുംബാംഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ AAPക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഭിന്നതകൾ മാറ്റിവെച്ച് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി വോട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രിയങ്ക മറുപടി നൽകിയത്. ഏകദേശം 9:30 മൗലാന ആസാദ് റോഡിലെ നിർമ്മൽ ഭവനിലെ പോളിംഗ് ബൂത്തിൽ രാഹുലും സോണിയയും എത്തി. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്ന് ഇരുവരും സെൽഫി എടുത്തിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ പ്രിയങ്കയും റോബോട്ട് വന്ത്രയും മക്കളും എത്തിയിരുന്നു. പ്രിയങ്കയുടെ മക്കളായ റെയ്ഹാന്റെയും മിരയുടെയും കന്നി വോട്ടായിരുന്നു ഇത്. വളരെയധികം പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണിതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം റെയ്ഹാൻ പറഞ്ഞു. നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും നല്ല മാറ്റങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നതിനുമായി തിരഞ്ഞെടുപ്പിൽ ഭാഗമാകാൻ യുവത്വത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നും അലക്ഷ്യമായി സമയം കളയാതെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നായിരുന്നു മിരയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി MPക്കും അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനും വോട്ട് രേഖപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രിയങ്കയോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഭിന്നതകൾ മാറ്റിവെച്ച് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടിയാണ് തങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും അക്കാര്യത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നുമായിരുന്നു അവരുടെ പ്രതികരണം. കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു ഡൽഹി. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 കരസ്ഥമാക്കി സമ്പൂർണ്ണ വിജയം ഇവിടെ നേടിയ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്നത് AAPയുടെ വരവോടെയാണ്. BJP എന്ന ഒറ്റ ലക്ഷ്യത്തിന് മുന്നിൽ മഞ്ഞുരുക്കത്തിന്റെ പാത സ്വീകരിച്ച കോൺഗ്രസും AAPയും ആദ്യമാണ് ഇവിടെ ഒന്നിച്ച് മത്സരിക്കുന്നത്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.